ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭവതീയുക്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം ശ്രീചൈതന്യമീശ്വരം ശ്രീപരമാനന്ദമാധവം. ഭഗവത്ഗീത അധ്യായം 12 ശ്ലോകം 15. ഭഗവത്ഗീത ഭക്തിയോഗം 12-ാം അധ്യായം 15-ാം ശ്ലോകം. യസ്മിന്നോ ദ്വിജതേ ലോകാ ലോകന്നോ ദ്വിജതേ ചയാ ഹർഷഭയോദ്വേഗേ മുക്തോ യാസാ ച മേ പ്രിയാ. യസ്മിന്നോ ദ്വിജതേ ലോകോ ലോകന്നോ ദ്വിജതേ ചയാ ഹർഷഭയോദ്വേഗേ മുക്തോ യാസാ ച മേ പ്രിയാ. യസ്മിന്നോ ദ്വിജതേ ലോകോ ലോകന്നോ ദ്വിജതേ ചയാ ഹർഷഭയോദ്വേഗേ മുക്തോ യാസാ ച മേ പ്രിയാ. യസ്മാനോ ദ്വിജതേ ലോകോ ലോകന്നോ ദ്വിജതേ ചയാ ഹർഷഭയോദ്വേഗേ മുക്തോ യാസാ ച മേ പ്രിയാ. യസ്മാനോ ദ്വിജതേ ലോകോ ലോകന്നോ ദ്വിജതേ ചയാ ഹർഷഭയോദ്വേഗേ മുക്തോ യാസാ ച മേ പ്രിയാ. യസ്മാനോ ദ്വിജതേ ലോകോ ലോകന്നോ ദ്വിജതേ ചയാ ഹർഷഭയോദ്വേഗേ മുക്തോ യാസാ ച മേ പ്രിയാ. വാക്കർത്ഥം: യസ്മാ യാതൊരുവനിൽ നിന്ന്, ലോക ജനങ്ങൾ, ന ഉദ്ദീജിത അസ്വസ്ഥമാകുന്നില്ല, ലോക ജനങ്ങളിൽ നിന്ന്, യാതൊരുവൻ, ന ഉദ്ദീജതേച്ച അസ്വസ്ഥനാകുന്നുമില്ല,
യാതൊരുവൻ ഹർഷാമർഷ ഭയോദ്വേഗി മുക്തേച്ച. ഹർഷം സന്തോഷം, കോപം, ഭയം, സംഭ്രമം ഇവയിൽ നിന്ന് മുക്തനാകുന്നു. സ അവൻ മേ പ്രിയ എനിക്ക് പ്രിയനാകുന്നു. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണപ്രഭാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശീലപ്രഭുപാദ് ജയ്. വിവർത്തനം: ആരാണോ ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ആരാലാണോ ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത്, ആരാണോ ഏതൊരുവനാലും അസ്വസ്ഥനായി തീരാത്തത്, സുഖദുഃഖങ്ങളിലും ഭയോത്കണ്ഠകളിലും സമചിത്തനായിരിക്കുന്നവൻ ആരാണോ അങ്ങനെയുള്ള എൻ്റെ ഭക്തൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. ഭാവാർത്ഥം: ഭക്തന്റെ ഗുണവിശേഷങ്ങൾ ചിലത് വീണ്ടും വിവരിക്കുന്നു. ഒരു ഭക്തനിൽ നിന്ന് ആർക്കും ആശങ്കയ്ക്കോ ഭയത്തിനോ അസന്തുഷ്ടിക്കോ ഇടയില്ല. അയാൾ ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയുമില്ല. ഏവരോടും കനിവുള്ള അയാൾ മറ്റുള്ളവർക്ക് ഉദ്യോഗപരമായ പ്രവൃത്തികളൊന്നും ചെയ്യുകയില്ല. അതേസമയം തന്നെ വിഷമിപ്പിക്കുന്ന വിധത്തിൽ മറ്റുള്ളവർ പെരുമാറിയാൽ അയാളിൽ നിന്ന് ഒരു കുലുക്കവും കാണുകയുമില്ല. ഭഗവത് കരുണ മൂലം ബാഹ്യങ്ങളായ അസ്വാസ്ഥ്യങ്ങളിലൊന്നും ശോഭിക്കാതിരിക്കാനുള്ള ശിക്ഷണം അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഭക്തൻ എപ്പോഴും കൃഷ്ണാബോധത്തിൽ മുഴുകി ഭഗവത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭൗതിക പരിതസ്ഥിതികൾ അയാളെ ബാധിക്കുകയില്ല. പൊതുവെ ഭൗതികതാ തൽപരനായ വ്യക്തി ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും സുഖപ്രദങ്ങളായ അനുഭവങ്ങളിൽ സന്തുഷ്ടി കൊള്ളും. പക്ഷെ മറ്റുള്ളവർ അത്തരം സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ തനിക്കവ കൈവരാതിരിക്കുകയും ചെയ്യുമ്പോൾ അയാൾ ദുഃഖിക്കുന്നു. അയാൾക്ക് അസൂയ തോന്നും. ഒരു ശത്രു തന്നോട് പകരം വീട്ടുമെന്ന് ഓർക്കുമ്പോൾ അയാൾ ഭയാക്രാന്തനാകും. തൻ്റെ ഏതെങ്കിലും പ്രവർത്തനം വിജയത്തിൽ എത്തുന്നില്ലെങ്കിൽ വിഷണ്ണനാകുന്നു. ഇത്തരം അസ്വാസ്ഥ്യങ്ങൾക്ക് അതീതനായി വർത്തിക്കുന്ന ഭക്തൻ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടവനുണ്ട്. कृष्ण कृष्णाय बोधने श्रीमदे भक्ति वेदांत स्वामी नामने नमस्ते सारस्वती देवे गौरवाणी प्रजालिनी निर्विशेष श्रीनिवासी पाशाति वांछा सर्वतयो विश्व कृपासिंधुभ्ये गच्छा पतितानां पावनेभ्यो वैष्णवेभ्यो अनंतकोटि वैष्णवों की जय. श्री प्रभुपाद की जय. हरे कृष्ण. നമ്മുടെ ഭഗവത്ഗീതയിലെ വളരെ പ്രാധാന്യമുള്ളൊരു അധ്യായമാണ് ഭക്തിയോഗം. അതിലെ 15-ാം ശ്ലോകമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ഭഗവത്ഗീതയിലെ നടുക്കുള്ള 6 അധ്യായങ്ങളും ഭക്തിയെക്കുറിച്ച് പറയുന്ന 6 മുതൽ 12 വരെ. ആ ഭക്തി വളരെ നമ്മളൊരു കാര്യം എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അകത്തുള്ള കാര്യമായിരിക്കും അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളത്. ഒരു ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ആപ്പിൾ അത്രയും മാംസളമായിട്ടിരിക്കുന്നതിന് കാരണം എന്താണ്? കിളികളൊക്കെ വന്ന് ആ ആപ്പിളിന് ആ മാംസമായ ഭാഗം കഴിച്ചാൽ അതിനകത്തുള്ള വിത്ത് പിന്നത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് ഇന്നത്രയും മാംസളമാക്കി വച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഏറ്റവും ആ ആപ്പിളിൻ്റെ അതിൻ്റെ അന്തസ്സത്ത് എന്താണ്? അതിൻ്റെ നടുക്കുള്ള വിത്താണ്, അതിനകത്തുള്ള വിത്താണ്. അപ്പം അതേപോലെ തന്നെ ഭഗവത്ഗീത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ 6 അധ്യായത്തിൽ കർമ്മയോഗത്തെക്കുറിച്ചും അവസാനത്തെ 6 അധ്യായത്തിൽ ജ്ഞാനയോഗത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതെല്ലാം എന്തിനെയാണ് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്? ആ നടുക്കുള്ള ആ ഭക്തിയാണ് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം ആ ഭക്തിയോഗത്തിൻ്റെ ഏറ്റവും കാതലായ ഭക്തിയോഗത്തിൻ്റെ ആ കാതലായിട്ടുള്ള 6 അധ്യായങ്ങളിലെ ഏറ്റവും കാതലായിട്ടുള്ള അധ്യായമാണ് 12-ാം അധ്യായം. 12-ാം അധ്യായം ഏറ്റവും കാതലാണെങ്കിൽ അതിൽ ഏറ്റവും എൻ്റെ കൺക്ലൂഡിങ് വേർഡ്സുകളിൽ ഒന്നാണ് ഈ ശ്ലോകം. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ
ശ്ലോകങ്ങളൊക്കെ ഭഗവത്ഗീതയുടെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ശ്ലോകങ്ങളാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ വേണം നമ്മൾ ഈ ഒരു ശ്ലോകത്തെ സമീപിക്കാനായിട്ട്. മാത്രമല്ല, ഇത് ഗിരീഷ് പ്രഭു ഇപ്പോൾ ഈ ശ്ലോകം നമുക്ക് എടുത്തു തന്നതാണ്. ഇത് വായിച്ചു തുടങ്ങി വന്നപ്പം നമുക്ക് മനസ്സിലാകുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ശ്ലോകം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്കിന്ന് അറിയാൻ പറ്റും, ബംഗ്ലാദേശിൽ ഒരുപാട് ക്രൂരമായ കൊലപാതകങ്ങളും ബുദ്ധിമുട്ടുകൾ നടക്കുന്നു. ഇസ്രയേലും പാലസ്തീനും തമ്മിൽ നടക്കുന്നു. റഷ്യ, ഉക്രൈൻ നടക്കുന്നു. അങ്ങനെ പല പല സ്ഥലത്ത് ലോകത്തിൽ പല മേഖലകളിൽ ഇങ്ങനെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ശ്ലോകത്തിൽ എന്താണ് ഭഗവാൻ പറയുന്നത്? ആരാലാണോ ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത്, ആരാണോ ഏതൊരുവനാലും അസ്വസ്ഥനായി തീരാത്തത്, സുഖദുഃഖങ്ങളിലും ഭയോത്കണ്ഠകളിലും സമചിത്തനായിരിക്കുന്നവൻ ആരാണോ, അങ്ങനെയുള്ളൊരു ഭക്തൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് ഭഗവാൻ പറയുന്നത്. അപ്പം നമ്മൾ ഈ ഓരോ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പലരും നിരീശ്വരവാദികൾ ആയിട്ട് അവർ മേൽവിലാസം അണിഞ്ഞവരല്ല യുദ്ധം ചെയ്യുന്നത്. പലരും ഈശ്വരനെ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്നും ഈശ്വരൻ്റെ പാതയിലേക്ക് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് അവരുടേതായ ട്രഡീഷൻ അല്ലാത്ത മറ്റ് ട്രഡീഷനിലുള്ള വ്യക്തികളുമായിട്ട് യുദ്ധം ചെയ്യുന്നത്. അവിടെയൊക്കെ എൻ്റെ പാതയാണ് ഏറ്റവും ഉന്നതം എന്ന ഭാവത്തിൽ മറ്റു വ്യക്തിത്വങ്ങളെ മോശമാക്കാനും അവരെ താഴേക്ക് കൊണ്ടുവരാനും വേണ്ടിയാണ് യുദ്ധങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അവർ ഭക്തനാണോ എന്ന് ചോദിച്ചാൽ ഒരു കനിഷ്ഠ ഭക്തനാണ്, പക്ഷെ ഭഗവാന് പ്രിയപ്പെട്ടവരാണോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ചോദ്യചിഹ്നം വരികയാണ് ചെയ്യുന്നത്. കാരണം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ആരെ കൊണ്ടാണോ ആർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത്, ആരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ അവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകാത്തത്, അങ്ങനെ ഒരു ഭക്തനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന് കൃഷ്ണനിവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി യുദ്ധങ്ങളിലും മറ്റ് പ്രകടനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഈ ഒരു കാര്യം കൂടെ ആലോചിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കണമെങ്കിൽ അയാളുടെ അന്തർഗതം എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്കത് സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. ഈശ്വരൻ ആഗ്രഹിക്കുന്നത് തൻ്റെ എല്ലാവരും തൻ്റെ മക്കളാണ്. തൻ്റെ ഒരു മകൻ മറ്റൊരു മക്കളെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കാൻ പാടില്ല എന്നത് ഈശ്വരൻ്റെ അന്തർഗതമാണ്. ഇപ്പം എനിക്ക് അച്ഛനെ ഇഷ്ടമാണ്, അച്ഛന് 3 മക്കളുണ്ട്, ഞാൻ അതിലൊരാളാണ്. അപ്പം എനിക്ക് അച്ഛനെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ എൻ്റെ സഹോദരങ്ങളെ ദ്രോഹിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അച്ഛൻ്റെ സ്നേഹം എനിക്ക് കിട്ടുക? എൻ്റെ മനസ്സിൽ മാത്രമാണ് ആ സ്നേഹം നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ അച്ഛൻ്റെ ആ ഒരു പൂർണ്ണമായ റെസിപ്രോക്കേഷൻ എനിക്ക് ഉണ്ടാവത്തില്ല. അപ്പം നമുക്ക് ലോകത്തിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള യുദ്ധങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ അവർക്ക് പരസ്പരമുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ അവരിൽ പലരും ഈ എന്താണ് ശാസ്ത്രത്തിൻ്റെ, നമുക്ക് ഈശ്വരൻ തന്ന നിർദ്ദേശങ്ങളുടെ അന്തസത്ത ഉൾക്കൊണ്ടിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത് മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക്, അതുകൊണ്ടാണ് ഈ ലോകത്തിൽ പലരും മതത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത്, പലരും നിരീശ്വരവാദ തത്വങ്ങളിലേക്ക് പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പം അവർക്ക് സ്വാഭാവികമായിട്ട് തോന്നും, ഇവരിതാണ് വലുത് എന്ന് പറഞ്ഞ് അവരോട് യുദ്ധം ചെയ്യുന്നു, അവരതാണ് വലുത് എന്ന് പറഞ്ഞ് ഇവരോട് യുദ്ധം ചെയ്യുന്നു, ഇതിൽ നല്ലതൊന്നും ഇല്ലാന്ന് ചിന്തിക്കുന്നതല്ലേ, എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്നതല്ലേ എന്ന് സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് തോന്നും. അല്ല, അവരെ തെറ്റി പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ശീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തന്നതും കൃഷ്ണൻ നമുക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞു തന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ആത്മീയപരമായിട്ട് മുന്നേറുമ്പോൾ സ്വാഭാവികമായിട്ട് വ്യക്തികൾക്ക് നമ്മളെ കാണുമ്പം ഇങ്ങനെയും ഈ രീതിയിലും പരിശീലിക്കാം, ഈ രീതിയിലും ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മനസ്സിലാക്കാനും ആൾക്കാർക്ക് ഈ ഒരു കൾച്ചർ ഫോളോ ചെയ്യാനും തോന്നും. നമുക്ക് ഈ ഓരോ സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച്
വെറുതെ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും പറയുന്നതിനും ഉപരി നമ്മൾ ഭഗവാൻ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒരു വേളയിൽ ഞാൻ ഇന്നലെ വായിച്ചാണ് ശ്രീല പ്രഭുപാദിൻ്റെ ഒരു ബുക്കുണ്ട്, ശിക്ഷാമൃതം എന്ന് പറഞ്ഞു. ആ ബുക്കിൽ ഓരോരോ പേഴ്സണാലിറ്റീസിനെ കുറിച്ച് പറയുകയാണ്. അതിൽ ഒരു സ്ഥലത്ത് ഹംസദൂത പ്രഭു ജർമ്മനിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ജർമ്മനിയിലെ അദ്ദേഹത്തിൻ്റെ നേതാവായിട്ടുള്ള ഹിറ്റ്ലറിനെ കുറിച്ചൊരു സോഫ്റ്റ് കോർണർ കാണും. അപ്പം അദ്ദേഹം ഇങ്ങനെ പ്രഭുപാദിനോട് പരാതിപ്പെടുകയാണ്. അവരിങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പം പ്രഭുപാദ് അദ്ദേഹത്തിൻ്റെ മൂഡ് മനസ്സിലാക്കി ഇങ്ങനെ പറയുകയാണ്, ചിലപ്പം ബ്രിട്ടീഷുകാരും അലൈഡ് ഫോഴ്സസും ഒക്കെ ഹിറ്റ്ലറിനെ കുറിച്ച് തെറ്റായി പറഞ്ഞിട്ടുണ്ടാവും, അവർ പ്രൊപ്പഗൻഡ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഹിറ്റ്ലർ ഇതേപോലത്തെ തെറ്റുകളെല്ലാം ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും പ്രസക്തമല്ല എന്ന് ശ്രീല പ്രഭുപാദ് പറയുക. ഓരോരുത്തർക്കും ഓരോ സെന്റിമെന്റ്സ് ഉണ്ടാവും. ഒരാൾക്ക് ഇന്നതാണ് നല്ലത്, ഇന്ന നേതാവാണ് നല്ലത്, ചിലർക്ക് ഇന്ന സെന്റിമെന്റാണ്, ഇന്ന രാഷ്ട്രീയ പാർട്ടിയാണ് നല്ലത്. അങ്ങനെ ഈ ലോകത്തിൽ വ്യത്യസ്തമായ ആൾക്കാരുള്ളത് കൊണ്ട് വ്യത്യസ്തമായ സെന്റിമെന്റ്സ് എല്ലാവർക്കും കാണും. പക്ഷെ അതെല്ലാം മനോധർമ്മമാണെന്നാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. അതൊക്കെ ഈ ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക്, ഈ ജന്മമരണ ചക്രത്തിൽ ഉപരിയായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ പോകാറുണ്ട്. അപ്പം അതാണ് നമ്മുടെ ഫോക്കസ്. അപ്പം നമുക്ക് തോന്നും ഇവിടെ ഇങ്ങനെ ഈ അരാജകത്വം നടക്കുന്നു, ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ നടക്കുന്നു. അപ്പം നമ്മളിവിടെ ഭക്തി പറയുകയും ഭഗവത്ഗീത പറയുകയും അങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ, നമ്മളും ഇറങ്ങിപ്പോയി അതൊക്കെ ചെയ്യണ്ടേ, നമ്മളും യുദ്ധത്തിനൊക്കെ പോകണ്ടേ നമുക്ക് തോന്നും. അവരെ സഹായിക്കേണ്ടത് നമ്മൾ സ്വാഭാവികമായിട്ട് സഹായിക്കണം. പക്ഷെ നമ്മുടെ അടിസ്ഥാനം ഭഗവാന്റെ വാക്കുകളിൽ ആയിരിക്കണം, ഭഗവാന്റെ നിർദ്ദേശങ്ങളിലായിരിക്കണം. ആ അടിസ്ഥാനം വിട്ടുപോയാൽ നമുക്ക് ആരെയും ശരിയായിട്ട് സഹായിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇമീഡിയറ്റ്ലി നമുക്കൊരു ദേഷ്യം വരും, ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം, ഇന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്തു, നമ്മൾ ഇത് ചെയ്യണം. പക്ഷെ അത് യഥാർത്ഥത്തിൽ ആരെയും റിയലി ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം ആലോചിക്കാം. ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും ഒരാൾക്ക് ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഈ വ്യക്തിയെ എങ്ങനെയും സഹായിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നു, മറ്റൊരാൾ ഓടിപ്പോയിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യും. പുറമെ നിൽക്കുന്ന ഒരാൾ തോന്നും ഈ ഷോക്ക് അടിച്ചയാളെ സഹായിക്കാതെ ഇയാൾ എങ്ങോട്ടാണ് ഓടുന്നത്. പക്ഷെ അയാളാണ് അയാളെ റിയലി ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ നിന്ന് കണ്ട് വിഷമിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് സ്വിച്ച് ബോർഡ് ശരിയാക്കി വെച്ചില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അയാൾ അവിടെ പോയി തൊടേണ്ട ആവശ്യമില്ലായിരുന്നു, പോയി തൊട്ടത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കലഹിക്കാനും യുദ്ധം ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഒരുപാട് സമയമുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും ഇടപെടാതെ ഒരു വ്യക്തി നേരെ പോയിട്ട് സ്വിച്ച് ബോർഡ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഷോക്ക് വരുന്നില്ല, അയാൾ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പം ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്ത വരുമോ, ഇവരിങ്ങനെ യുദ്ധത്തിന് പുറപ്പെടുന്നില്ല, ഇവരതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല, ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. പക്ഷെ അവര് റിയൽ സൊല്യൂഷനാണ് പ്രവർത്തിക്കുന്നത്. ഭഗവാന്റെ യഥാർത്ഥ നിർദ്ദേശങ്ങൾ പാലിക്കുകയും അത് ഉള്ളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പം ഒരു ഐഡിയൽ പേഴ്സണായിട്ട് മാറുമ്പോൾ മറ്റുള്ളവർക്കും അത് ഫോളോ ചെയ്യാനായിട്ട് തോന്നും. അപ്പം അതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്ന് ആർജിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. പലപ്പോഴും സമൂഹത്തിലും ഈ ഭക്തന്മാരുടെ ഇടയിലും ഒക്കെ പരസ്പര കലഹങ്ങളും അതും ഇതുമൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മളെല്ലാവരും എന്തൊക്കെ കലഹം ഉണ്ടായാലും നമ്മളെല്ലാവരും നോക്കുന്നത് എവിടെയാണ്? ശ്രീല പ്രഭുപാദിലേക്കാണ്. അപ്പം ആചാര്യനിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആചാര്യൻ ആ സ്റ്റാൻഡേർഡിൽ അദ്ദേഹം നിന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും എന്ത് കലഹം ഉണ്ടായ ആൾക്കാർക്കും അദ്ദേഹത്തിലേക്ക് ആശ്രയം എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പം അതാണ്, അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് ഭഗവാനിവിടെ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കും ഈ ശ്ലോകം നമുക്കൊരു ഉത്സാഹം തരികയാണ്, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ലൈഫിനെ കണ്ടക്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഈ ലൈഫ് തീർക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിളും കൂടെ ആയിട്ടാണ്.
നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ കണ്ട് മറ്റുള്ളവർക്കും ആ ഭക്തിയിലേക്ക് വരാനായിട്ട് തോന്നണം. അത് നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ്. ശ്രീല പ്രഭുപാദ് പല സന്ദർഭങ്ങളിലും ശിഷ്യന്മാരെ വളരെ കഠിനമായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തോന്നും പ്രഭുപാദ് എന്തിനാണ് ഇത്രയും വഴക്ക് പറയുന്നതെന്ന് നമുക്ക് പലപ്പോഴും തോന്നും. പക്ഷെ പ്രഭുപാദ് വഴക്ക് പറയുന്നത്, ശിഷ്യന്മാരെ വഴക്ക് പറയുന്നത്, ഇനി ഒരു ഫ്യൂച്ചർ ജനറേഷനിൽ വരുമ്പോൾ ഈ ഒരു പ്രസ്ഥാനം അതിൻ്റെ യഥാർത്ഥത്തിൽ നിൽക്കാനും അതിനെ എല്ലാവർക്കും ആശ്രയിക്കാനും പറ്റുന്ന രീതിയിൽ ഈ പ്രസ്ഥാനത്തെ നിലനിർത്താൻ വേണ്ടിയാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. ഒരു ഉദാഹരണം ഞാൻ ഇന്നലെ വായിച്ചാണ്. ഗർഗമണി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിൽ ശ്രീല പ്രഭുപാദിന്റെ ആദ്യകാല ശിഷ്യനായിട്ടുള്ള ഗർഗമുനിദാസ് എഴുതിയ ബുക്കാണ്. അപ്പം അദ്ദേഹം ആ ബുക്കല്ല ഞാൻ വായിച്ച വേറെ ഇത് ഞാൻ ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃത എന്ന് വായിച്ചത്. ലീലാമൃത വോളിയം 6 1975 ശ്രീല പ്രഭുപാദ് അമേരിക്കയിൽ പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനുശേഷം അദ്ദേഹത്തിന് പെട്ടെന്ന് ഇന്ത്യയിലേക്ക് വരാനൊരു അവസരം കിട്ടി. കാരണം ഇന്ദിരാഗാന്ധിയെ കാണാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. അപ്പം അതുകൊണ്ട് ശ്രീല പ്രഭുപാദ് ഇവിടെ വന്നു, അവരെ കണ്ടു. കണ്ടതിന് ശേഷം നേരെ വൃന്ദാവനത്തിലേക്കാണ് പോയത്. വൃന്ദാവനത്തിൽ 1975 തന്നെ വൃന്ദാവനം ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ശ്രീല പ്രഭുപാദ് ഉദ്ഘാടനത്തിന് ശേഷം നേരെ പോയത് അമേരിക്കയിലേക്കാണ്. പ്രീച്ച് ചെയ്യാനായിട്ട് അമേരിക്കയിലേക്ക് പോയി. അത് കഴിഞ്ഞതിന് ശേഷം ശ്രീല പ്രഭുപാദ് നേരെ വൃന്ദാവനത്തിൽ വന്നു. അപ്പം ഇനാഗ്രേഷൻ കഴിഞ്ഞ് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. കൃഷ്ണബലരാം ക്ഷേത്രം, വൃന്ദാവനത്തിലെ കൃഷ്ണബലരാം ക്ഷേത്രം ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പം പ്രഭുപാദ് വന്നിട്ട് അവിടെ അന്ന് സരസ്വതി മാതാജി ആ ബുക്കിൽ പറയുന്നത് പ്രഭുപാദിന്റെ ഓരോ മൊമെന്റും വളരെ ടെൻസ്ഡ് ആയിരുന്നു എന്നാണ്. ടെൻസ്ഡ് എന്ന് വെച്ചാൽ പ്രഭുപാദ് എല്ലാ കാര്യത്തിനും നിശ്ചിതമായിട്ട് വിമർശിച്ചിരുന്നു. ആ സമയത്ത് വളരെ കഠിനമായിട്ട് ശ്രീല പ്രഭുപാദ് വിമർശിച്ചിരുന്നു. ഒരു ഉദാഹരണങ്ങൾ പറയുന്നത്, ശ്രീല പ്രഭുപാദ് എപ്പോഴും മോർണിംഗ് വാക്ക് ചെയ്തിട്ട് ദർശനാരതി സമയത്ത് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരും. ദർശനാരതി വരുന്ന സമയത്ത് ആ പ്രഭുപാദ് നടന്നു പോകുന്ന മോർണിംഗ് വാക്കിൽ നടന്നു പോകുന്ന ആ സ്ഥലങ്ങൾ രാത്രിയല്ല, രാത്രി ഇലകളും ഒക്കെ വീണത് ഇതായിട്ട് കിടക്കും. അപ്പോൾ പ്രഭുപാദ് എപ്പോഴും പറയും, എന്താണിത് അൺക്ലീൻ ആയിട്ട് ഇട്ടേക്കുന്നത്. അപ്പം ഒരു ശ്രുതകീർത്തി എന്ന് പറഞ്ഞ ഹരിശൗരി എന്ന് പറഞ്ഞൊരു ഡിവോട്ടിയാണ് അതിന് ഇൻചാർജ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ പ്രഭുപാദ് വളരെ നിശ്ചിതമായിട്ട് അദ്ദേഹത്തിനെ വിമർശിക്കുമ്പം അദ്ദേഹം പിന്നെ ചെയ്തെന്താണെന്ന് വെച്ചാൽ മംഗളാരതി കഴിഞ്ഞ ഉടനെ പ്രഭുപാദ് മോർണിംഗ് വാക്കിന് വരുന്നതിന് മുമ്പേ അത് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടു. എന്നിട്ട് പ്രഭുപാദ് പോയി മോർണിംഗ് വാക്കിന് ദർശനാരതി വരുമ്പോഴത്തേക്ക് ടെമ്പിൾ ഫുൾ അദ്ദേഹം ക്ലീൻ ചെയ്ത്. ഓസ്ട്രേലിയയിൽ നിന്ന് വന്നൊരു ഡിവോട്ടിയാണ് ഹരിശൗരി ദാസ് എന്ന് പറഞ്ഞത്. അപ്പം അദ്ദേഹം അത് ആ സർവീസ് ചെയ്തു. അപ്പോൾ പ്രഭുപാദ് അത് കാണുമ്പോൾ അദ്ദേഹത്തിന് സാറ്റിസ്ഫൈഡ്. പിന്നെ അതിനെക്കുറിച്ച് പ്രഭുപാദ് ഒന്നും പറയരുത്. ഇതേപോലെ 2-3 ഇൻസിഡൻസ് ഉണ്ട്. വേറൊരു സന്ദർഭത്തിൽ പ്രഭുപാദ് അവിടെ ഒരു മണി തൂക്കിയിട്ടുണ്ട്. വൃന്ദാവനം ക്ഷേത്രത്തിൽ പോയവർക്കെല്ലാം അറിയാൻ പറ്റും. ആ ക്ഷേത്രത്തിലേക്ക് കയറുന്നത് വലിയൊരു ഭീമാകാരമായ മണി ഇട്ടിട്ടുണ്ട്. പ്രഭുപാദ് അതെങ്ങനെയാണ് കൺസിസ്റ്റ് ചെയ്യുക? വേറൊരു ടെമ്പിളിലും അതില്ല. ആ മണി വലിയ മണിയാണ്. ഒരു കയറ് താഴേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ചോക്കിദാർ ഒരാളിനെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ രാത്രിയും പകലുമായിട്ട് ഡ്യൂട്ടിക്ക് ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്. പ്രഭുപാദ് പറയുന്നത് എല്ലാ 1 hour എവരി ഹാഫ് അവർ മണി ബെൽ റിങ് ചെയ്യും. ഇപ്പം 7 മണിക്ക് മണി അടിച്ചു കഴിഞ്ഞാൽ 7:30 മണി അടിക്കണം, 8 മണിക്ക് അടിക്കണം, 8:30 അടിക്കണം, 9 മണിക്ക്, ഇങ്ങനെ ഓരോ 30 minutes വെച്ച് ചെയ്യണം. എന്നിട്ട് പ്രഭുപാദ് അന്നത്തെ അവിടുത്തെ ടെമ്പിൾ ഇൻചാർജ് പ്രസിഡന്റ് അക്ഷയാനന്ദ മഹാരാജിനോട് പറഞ്ഞത്, നിങ്ങൾ എത്ര കറക്റ്റായിട്ടാണ് ഈ മണി അടിക്കുന്നതെന്ന് നോക്കിയിട്ടാണ് ഈ ടെമ്പിളിൻ്റെ മാനേജ്മെൻറ്റ് ഞാൻ അസസ് ചെയ്യുന്നത്. ആ മാനേജ്മെൻറ്റ് ഞാൻ അസസ് ചെയ്യും. അപ്പം ഇത് വലിയൊരു പ്രഭുപാദ് ഉള്ള സമയത്ത് അവർക്ക് വലിയൊരു ഉത്കണ്ഠയുടെ കാരണമായി ഈ മണി അടിക്കുന്നത്. കാരണം പകൽ കുഴപ്പമില്ല, എപ്പോഴും നമ്മൾ ഉണർന്നിരിക്കുമല്ലോ. രാത്രി ഈ ചോക്കിദാറിന് ഉറങ്ങാൻ പറ്റൂലല്ലോ. ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും അദ്ദേഹത്തിന് അടിക്കണം. പകൽ മാത്രമല്ല, രാത്രിയും അടിക്കണം. അപ്പോൾ പ്രഭുപാദ് 10 മണിക്ക് കിടന്ന് 12 മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്യും ഈ ഭാഗവതം വെച്ച്. അപ്പോൾ 12 മണിയായപ്പോൾ ഒരു വട്ടം അദ്ദേഹം തൻ്റെ പേഴ്സണൽ സർവൻറ്റിനെ വിളിച്ച്
എന്നിട്ട് ഇദ്ദേഹം പോയിട്ട് ആ ചോക്കിദാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ബെല്ലടിക്കാൻ പറഞ്ഞു. ബെല്ലടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വീണ്ടും പോയി കിടന്നുറങ്ങി. 12:30 ആയപ്പോഴത്തേനും ശീല പ്രഭുപാദ് അദ്ദേഹത്തിനെ വീണ്ടും വിളിച്ചു. എന്നിട്ട് അദ്ദേഹം ഉറങ്ങി വീണു. അങ്ങനെ പല രീതിയിൽ ഇതൊക്കെ നമ്മൾ തോന്നും ഒരു ദുർവാശിയായിരിക്കും, ശീല പ്രഭുപാദിന്റെ ഒരു ദുർവാശിയായിരിക്കും, എന്തിനാ ഈ മണി ഇങ്ങനെ ഓരോ മണിക്കൂർ അടിക്കുന്നതെന്ന്. പക്ഷെ അത്രയും പങ്ക്ച്വലായിട്ട് ഭഗവാന്റെ സേവനത്തിൽ നിൽക്കണം. പ്രഭുപാദിന് ആ വൃന്ദാവനം ക്ഷേത്രം ഈ ഹോൾ ഇസ്കോണിന്റെ ഒരു മോഡലായിട്ട് മാറണം. അത് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. അപ്പം അതുകൊണ്ടാണ് ആ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാനാണ്. ഇന്നും നമ്മൾ പോയി കഴിഞ്ഞാൽ വൃന്ദാവനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ടൈം ആകുമ്പോൾ ആ ചോക്കിദാർ അത് മണിയാണ്. അപ്പം ഇതിന് ഒരുപാട് അവർക്ക് വഴക്ക് കിട്ടി, പല രീതിയിലും ചെയ്തു. ഇങ്ങനെ എല്ലാവട്ടും ഇത് അടിച്ചുകൊണ്ടിരിക്കും. വലിയ മണിയായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കയറ് പൊട്ടിപ്പോവും, വീണ്ടും കയറിടും. പ്രഭുപാദ് ഒരു ദിവസം പുള്ളി കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. പുള്ളി ഇട്ടിട്ട് അതിനകത്ത് വലിച്ചടിക്കാനായിട്ട്. അക്ഷയാനന്ദ മഹാരാജ് വിചാരിച്ചു അത് വലിയ പ്രാക്ടിക്കൽ ആയിരിക്കത്തില്ല എന്ന് വിചാരിച്ച് ആ നിർദ്ദേശം അവഗണിച്ചു. കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തിരിച്ചു കൊണ്ടുവന്നു. പ്രഭുപാദ് പിറ്റേ ദിവസം നോക്കിയപ്പോഴത്തേന് ഇതില്ല. യു റാസ്കൽ എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് നിശ്ചിതമായിട്ട് അദ്ദേഹത്തിന് വഴക്ക് പറഞ്ഞു. എന്നിട്ട് ഉടനെ പോയി പുള്ളി കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അത് കുറച്ച് നാൾ കഴിഞ്ഞു. അത് പിന്നെ അതും പോയി. അങ്ങനെ പല രീതിയിൽ അവർ പിന്നെ ഒരു തടിയുടെ ഇത് വെച്ചാണ് അതും ചെയ്തത്. അതും കുറച്ച് നാൾ നിന്നു. പിന്നെ അത് പോയി. പ്രഭുപാദ് ഇത് വളരെ സിൻസിയറായിട്ട് ഈ കാര്യങ്ങളിൽ പങ്ക്ച്വാലിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻസ് പ്രഭുപാദ് കാണിച്ചിരുന്നു. ഒരു വട്ടം പ്രഭുപാദ് ഈ രാവിലെ പോയിട്ട് ഡേറ്റി ഗ്രീറ്റിങ്ങിന് വരും. പ്രഭുപാദ് വരും. ഡേറ്റി ഗ്രീറ്റിംഗ് നമുക്കറിയാം, ഇസ്കോൺ ടെമ്പിളിലെല്ലാം 7:30-ക്കാണ്, രാവിലെ 7:30-ക്കാണ്. അപ്പോൾ പ്രഭുപാദ് വന്ന് ഈ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിൽക്കും. കർട്ടൻ പോകുന്നത് വരെ കാത്തിരിക്കാനായിട്ട് വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം പ്രഭുപാദ് ഇങ്ങനെ നോക്കിയിട്ട് അക്ഷയാനന്ദ മഹാരാജ് അടുത്തിരുന്ന അക്ഷയാനന്ദ മഹാരാജിനോട് പ്രഭുപാദ് ചോദിച്ചു, സമയം എത്രയായി? പ്രഭുപാദിന് സമയം അറിയാൻ വേണ്ടി അല്ല ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് പ്രഭുപാദ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉടനെ പറഞ്ഞു 7:30 കഴിഞ്ഞ് 30 സെക്കൻഡായി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് ചോദിച്ചു, എന്താ ഇത് ലേറ്റ് ആവുന്നത്? 7:30-ക്കല്ലേ തുറക്കേണ്ടത്, എന്താണ് ലേറ്റ് ആവുന്നത് എന്നുള്ള കാര്യം പ്രഭുപാദ് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഭഗവാന്റെ വലിയ വിഗ്രഹങ്ങളാണ്, അതിനെ ഡ്രസ് ചെയ്യാൻ 1.5 മണിക്കൂർ എടുക്കും. പ്രഭുപാദ് അതിനകത്ത് അത് എക്സ്ക്യൂസ് എടുത്തില്ല. ഓൺലി 30 മിനിറ്റ് മതി എന്നാണ് പ്രഭുപാദ് പറഞ്ഞത്. അക്ഷയാനന്ദ മഹാരാജിന് ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ല. കാരണം ആ സ്റ്റാൻഡേർഡിൽ 30 മിനിറ്റിൽ ഈ വിഗ്രഹങ്ങൾ ഡ്രസ് ചെയ്യുന്നവരെ അക്ഷയാനന്ദ മഹാരാജിന് മനസ്സിലാകത്തില്ല, എങ്ങനെ അത് സാധിക്കും മനസ്സിലാകത്തില്ല. പക്ഷെ ഈ ഓരോരോ കാര്യത്തിലും പ്രഭുപാദ് അത്രയും സിൻസിയറായിട്ട് ആ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ഒരു വട്ടം അവര് ഫസ്റ്റ് ബുക്ക് സ്റ്റാൾ, അവിടെ വൃന്ദാവന ക്ഷേത്രത്തിൽ ഫസ്റ്റ് ബുക്ക് സ്റ്റാൾ ക്രിയേറ്റ് ചെയ്തു. ഗോപാലകൃഷ്ണ മഹാരാജും അവർ GBC എല്ലാവരും കൂടെ വന്നിട്ട് ഫസ്റ്റ് ബുക്ക് സ്റ്റാൾ ഇപ്പം ടെമ്പിൾ ഇനാഗ്രേറ്റ് ചെയ്ത് ഫസ്റ്റ് അതിനകത്ത് അവർ ഈ LED ലാമ്പൊക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് പ്രഭുപാദിൻ്റെ പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ച് വളരെ ഭംഗിയായിട്ട് നല്ലൊരു ബുക്ക് സ്റ്റാൾ. നമ്മൾ ഇപ്പോഴും വൃന്ദാവനത്തിൽ വരുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ആ ബുക്ക് സ്റ്റാൾ കാണാൻ പറ്റും. അത് അറേഞ്ച് ചെയ്തു. എന്നിട്ട് പ്രഭുപാദിനെ ഇൻവൈറ്റ് ചെയ്തു വന്ന് കാണാനായിട്ട്. പ്രഭുപാദ് അമേരിക്കയിൽ നിന്ന് വന്നതാണ്. 6000 മൈൽ ദൂരം വന്ന് ഇവിടെ ഈ കാണാനായിട്ട് വന്നതാണ്. അപ്പം പ്രഭുപാദിനെ ഇൻവൈറ്റ് ചെയ്തു. ബുക്ക് സ്റ്റാൾ കാണാനായിട്ട് നോക്കി. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നല്ല രീതിയിൽ ബുക്ക് സ്റ്റാൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രഭുപാദ് ഇത് ഫസ്റ്റ് ക്ലാസ് അറേഞ്ച്മെൻ്റ് ആണെന്ന് ഗോപാലകൃഷ്ണ മഹാരാജ് പറഞ്ഞു. പ്രഭുപാദ് ഈ ബുക്ക് സ്റ്റാൾ ഫസ്റ്റ് ക്ലാസ് അറേഞ്ച്മെൻ്റ് ആണെന്നാണ്. പ്രഭുപാദ് കയ്യിൽ ഒരു ഊന്നുവടിയായിരുന്നു. പ്രഭുപാദ് അതിൽ തറയുടെ ടക്കെന്നൊരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇത് ഫസ്റ്റ് ക്ലാസ് അല്ല 5th ക്ലാസ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് നേരെ മുകളിലേക്ക് ചൂണ്ടി. അവിടെ മുകളിലേക്ക് വലിയ നമ്മുടെ ഈ ഓർണമെൻ്റലായിട്ടുള്ള ലൈറ്റ് ഉണ്ടല്ലോ, ഷാൻലിയർ എന്ന് പറഞ്ഞു, ഇങ്ങനെ ഇപ്പോൾ അതിൻ്റെ മുകളിലൊരു പക്ഷിയുടെ കൂടിയിരിക്കുന്നു. അതിൻ്റെ ഇതെല്ലാം പുറത്തേക്ക് ഇരിക്കുന്നു. ഞാൻ 6000 മൈൽ കടന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കൂടുണ്ടെന്ന് നിനക്ക് പറഞ്ഞു തരണമെന്ന് ചോദിച്ചു. ഇതുവരെ ഒരു ശിഷ്യന്മാരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കാര്യം. അപ്പോൾ അവർക്ക് മനസ്സിലായത് അഗ്ലിയസ്റ്റ് ആയിട്ടുള്ള ഇതാണ് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഇതെല്ലാം പറഞ്ഞു വരാൻ കാരണം ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ശീല പ്രഭുപാദ് ഈ
പ്രസ്ഥാനത്തെ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പം നമുക്കും ഈ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് പ്രതികരിക്കണം എന്ന് തോന്നുന്ന പല പല കാര്യങ്ങളും എല്ലാം സമൂഹത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓഫ്കോഴ്സ് നമ്മൾ പ്രതികരിക്കണം, ആവശ്യത്തിന് ചെയ്യണം. പക്ഷെ നമ്മുടെ ഫോക്കസ് ഭഗവാന്റെ നിർദ്ദേശങ്ങളിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന ജനറേഷന് ഒരു ഇത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ, ആ ഒരു ഹെൽപ്പ് കൊടുക്കാനായിട്ട് റിയലി പറ്റത്തുള്ളൂ. നമ്മൾ ആ ഇത് ഫോളോ ചെയ്ത്, നമ്മളൊരു പ്യുവർ ഡിവോഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കണ്ടുവരുന്ന വ്യക്തികൾക്കും ആ പരിശുദ്ധ ഭക്തിയിലേക്ക് വരാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എല്ലായിടത്തും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് അഭിപ്രായം പറയും, ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയും. അവസാനം ഇത് അങ്ങനെ ഒരു ആചാരം ഇല്ലാതാവുമ്പോൾ അത് എല്ലാം തീർന്നു പോവുകയും ചെയ്യും. ഇതേപോലെ തന്നെ ശീല പ്രഭുപാദ് ഫസ്റ്റ് വെസ്റ്റ് വെർജീനിയൻ ഹിൽസിൽ നമുക്ക് വലിയൊരു സ്ഥലം കിട്ടി. 300 ഏക്കർ സ്ഥലത്ത് ഒരു സ്ഥലം കിട്ടി. അപ്പം കീർത്തനന്ദ മഹാരാജാണ് അദ്ദേഹത്തിനാണ് അത് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഓണർ 99 വർഷത്തേക്ക് അതിന് ലീസ് കൊടുത്തു. 99 വർഷത്തേക്ക് ലീസ് കൊടുത്തിട്ട് ഇത് നമ്മുടെ ഈ ഇസ്കോണിൻ്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ഇത് വളരെ സന്തോഷത്തോടു കൂടി ശീല പ്രഭുപാദിൻ്റെ അടുത്ത് ഈ വിവരം അറിയിക്കാൻ വേണ്ടി കീർത്തനന്ദ മഹാരാജ് വന്ന് പറഞ്ഞു, പ്രഭുപാദ് നമുക്ക് 99 വർഷത്തേക്ക് വെസ്റ്റ് വെർജീനിയൻ ഹിൽസിൽ വലിയൊരു ക്ഷേത്രം ഉണ്ടാക്കാനും ഒക്കെ അവസരം കിട്ടി എന്ന് പറഞ്ഞു. പ്രഭുപാദ് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞറിയാമോ എന്താണെന്നറിയാമോ? പ്രഭുപാദ് പറഞ്ഞത് 99 വർഷം കഴിഞ്ഞ് ഞാനും കാണത്തില്ല, നീയും കാണത്തില്ല, ഈ പ്രസ്ഥാനം പക്ഷെ ഉണ്ടാവും. ഈ 99 വർഷം കഴിഞ്ഞ് ഈ ലാൻഡ് എങ്ങോട്ട് പോകും എന്ന് നീ എന്തുകൊണ്ട് അതിനകത്ത് എഴുതിയില്ല എന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് അമിതമായിട്ട് ആഹ്ലാദിക്കാതെ പ്രഭുപാദ് കറക്റ്റ് ഇനിയുള്ള ജനറേഷനിൽ എന്താണ് വേണ്ടത് എന്നാണ് പ്രഭുപാദ് നമുക്ക് പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തിരിച്ചു പോവുകയും ആ ലീസ് എഗ്രിമെൻ്റ് 99 വർഷത്തെ ലീസിന് ശേഷം ആ ഭൂമി ഇസ്കോണിലേക്ക് വരണം എന്ന രീതിയിൽ എഗ്രിമെൻ്റ് എഴുതുകയും ചെയ്തു. ഇത് ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ നിൽക്കുന്നത് ഭഗവാനായിട്ട് തന്ന് ഈ ജന്മത്തിൽ നമ്മളിവിടെ വന്നു. ഇനി നമ്മൾ ഈ ഒരു ലിങ്കാണ്, ഒരു ചെങ്ങലയുടെ ഒരു ലിങ്കാണ്. ഈ ലിങ്ക് ഉണ്ടെങ്കിലേ അടുത്ത ഭാഗത്തിൽ താഴേക്കത് വന്നു ചേരത്തുള്ളൂ, ആ ഒരു ഇത് ചേർക്കണം. അതുകൊണ്ട് നമ്മൾ എങ്ങനെയായാലും അത് നമുക്ക് മാത്രമല്ലേ എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. എൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ ഇടപെടുന്നത്, നിങ്ങളൊക്കെ എൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ഈ പരമ്പരയിലെ ഒരു കണ്ണിയാണ്. അപ്പോൾ ആ കണ്ണി സ്ട്രോങ് ആയിട്ടിരുന്നാൽ മാത്രമേ ഇനിയുള്ള വ്യക്തികൾക്ക് അതിനെ ആശ്രയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സമൂഹത്തിൽ ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് ഇതും എല്ലാം ഉണ്ടാവും. അത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്കതിന് സൊല്യൂഷൻ കൊടുക്കണം. പക്ഷെ നമ്മുടെ ഫോക്കസ് എപ്പോഴും ഭഗവാന്റെ ആ ഭക്തിയിൽ, അചഞ്ചലമായ പരിശുദ്ധമായിട്ടുള്ള ഭക്തിയിലായിരിക്കണം. അതുകൊണ്ടാണ് ഭാഗവതഗതി ഹിയറിംഗ്, ചാൻഡിങ്, റിമെമ്പറിങ്, അതാണ് ഏറ്റവും പ്രധാനം. അർച്ചന വിധി ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനം ഹിയറിംഗ്, ചാൻഡിങ് ആൻഡ് റിമെമ്പറിങ് ആണ്. ഭഗവാന്റെ എസൻസ് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ആർജിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാൾ അത് മറ്റുള്ളവർക്ക് ബെനിഫിറ്റായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ബെനിഫിറ്റായിട്ട് ഇരിക്കുന്ന ഒരു ഭക്തനെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന് കൃഷ്ണനെ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭക്തനാണ് എന്ന് ചിന്തിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പം ഈ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ഓരോ ആചാര്യന്മാരും നമുക്ക് ആ ഒരു നിർദ്ദേശങ്ങൾ നൽകുന്നത് നമ്മളൊരു എക്സാമ്പിളായിട്ട് തീരാനാണ്. ശ്രീല പ്രഭുപാദ് പല സന്ദർഭങ്ങളിലും അത്രയും സ്ട്രിക്റ്റ് ആവുന്നത് നമ്മൾ ഇനിയുള്ള ജന്മങ്ങൾക്ക്, ഇനിയുള്ള വരുന്ന ജനങ്ങൾക്ക് ഒരു ഉത്തമ ഉദാഹരണമായിട്ട് മാറാൻ വേണ്ടിയാണ്. അപ്പം അതാണ് നമുക്കത് വേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ആ റിയൽ സൊല്യൂഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ആ റിയൽ സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പം രണ്ടും ആൾക്കാർ അടികൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരാളുടെ അഭിപ്രായത്തിൽ പോയി മറ്റൊരാളുടെ അഭിപ്രായത്തിൽ പോയി കഴിഞ്ഞാൽ ആ അടി ഒരിക്കലും നിൽക്കത്തില്ല. പക്ഷെ നമ്മൾ എന്താണ് ആ പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനകത്ത് നിൽക്കുകയാണെങ്കിൽ
ബാക്കി എല്ലാവർക്കും ഫോളോ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ശീല പ്രഭുപാദന്റെ പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അത് നമുക്ക് മാത്രമല്ല, നമ്മളെ കാണുന്ന മറ്റുള്ളവർ, ഓരോ വ്യക്തികളും, ഇവിടെ ഇസ്കോണിൽ വന്ന് ദീക്ഷയെടുക്കുന്ന ഓരോ വ്യക്തികളും ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു കണ്ണിയാണ്. നമുക്കെല്ലാവർക്കും ശീല പ്രഭുപാദനോട് ആ ഉത്തരവാദിത്വമുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യുമ്പോഴാണ്, അത് ചെയ്യുന്നതാണ് ഏറ്റവും നമുക്ക് പ്രഭുപാദനോട് ചെയ്യാൻ പറ്റുന്ന കാരണം. നമുക്ക് അത് നന്ദി. കാരണം ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജിൻ്റെ ആ എസൻസ് ശീല പ്രഭുപാദ് കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്കത് കിട്ടിയത്. ശീല പ്രഭുപാദിന്റെ എസൻസ് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായിട്ടുള്ള ശിഷ്യന്മാർ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നമുക്കൊക്കെ ഭക്തി കിട്ടിയത്. അതേപോലെ ആ ശിഷ്യന്മാർ നമുക്ക് തന്ന ആ ഒരു ഇത് നമ്മൾ എത്രത്തോളം പ്യുവറായിട്ട് ഫോളോ ചെയ്ത് നമ്മളത് പ്യുവറായിട്ട് കീപ്പ് ചെയ്യുന്നു, അതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സേവനം. അതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അത് മറ്റുള്ളവർക്ക് കിട്ടും. അപ്പോൾ അവരുടെ ഉദ്ദേശം നമ്മുടെ ഈ ജനറേഷനെ മാത്രം മോചിപ്പിക്കാനല്ല. ഇത് ഭഗവാന്റെ ഉദ്ദേശമാണ് ഈ ഭൗതിക ലോകത്തിലുള്ളവരെ എല്ലാവരും രക്ഷപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു കൾച്ചർ നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. അപ്പം അതുകൊണ്ട് ഭഗവാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആഴത്തിൽ എടുക്കണം. ഇത് മനസ്സിലാക്കി നമ്മളത് ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് ഭഗവാൻ ഏറ്റവും നല്ല സേവനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ആഴത്തിലേക്ക് പോയില്ല, അതിൻ്റെ പ്രിൻസിപ്പിൾ മാത്രമാണ് പറഞ്ഞത്. ഒരു ഭക്തന് ആരെക്കൊണ്ടും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഭക്തൻ ചെയ്യുന്നതെല്ലാം ഭക്തിയുടെ സേവനമാണ്, ഭഗവാന്റെ സേവനമാണ്. ഭഗവാന്റെ സേവനത്തിൽ എൻഗേജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് ഒരാൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് തീരത്തില്ല. ഇപ്പം രാവിലെ നമ്മൾ ഭഗവാന്റെ ഡ്രസ്സ് ചെയ്യാൻ വരുമ്പോൾ ഒരാളുടെ ആഗ്രഹം നീല ഡ്രസ്സ് ഇടണം എന്നായിരിക്കും, വേറൊരാളുടെ ആഗ്രഹം മഞ്ഞ ഡ്രസ്സ് ഇടണം എന്നായിരിക്കും. പക്ഷേ അഭിപ്രായ വ്യത്യാസത്തിൽ ചിലപ്പോൾ മഞ്ഞ ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞ ആളായിരിക്കും ജയിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഭഗവാൻ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതേപോലെ കാണുമ്പോൾ ഭഗവാനെ മഞ്ഞ ഡ്രസ്സിൽ കാണുന്നു എന്നല്ലേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതേപോലെ ഭക്തന്മാരുടെ ഇടയിലും ഇതേപോലെ അഭിപ്രായ വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആ തലത്തിലേ നമ്മൾ എടുക്കാറുണ്ട്. അതിൻ്റെ ഉപരിയായിട്ടെടുത്ത് നമ്മൾ ഭക്തിയിൽ നിന്ന് ഒരിക്കലും നമ്മൾ വിട്ടുമാറാനോ ഇതിൻ്റെ യഥാർത്ഥ എസൻസിൽ നിന്ന് മാറിപ്പോകാനോ ശ്രമിക്കരുത്. കാരണം നമുക്ക് നമ്മളോടൊരു ഉത്തരവാദിത്തമുണ്ട്, പിന്നെ ഈ വരുന്ന ജനറേഷനോടും കൂടെ ആ ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് അങ്ങനെ നിൽക്കുന്ന ഒരു ഭക്തനെയാണ് ഭഗവാൻ ഇഷ്ടമെന്നത്. ഇനി മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിച്ചാൽ എങ്ങനെ ചെയ്യണം, അത് ജസ്റ്റ് ഞാൻ അതിൻ്റെ മീനിങ്ങും കൂടെ പറയുകയാണ്. മറ്റുള്ളവർ എന്ത് ചെയ്താലും നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ട് അഭയം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമാണ്. ഇവിടെ എന്ത് കാര്യം നടന്നാലും ഗിരിരാജ് പ്രഭു അറിയും. ഗിരിരാജ് പ്രഭു അറിഞ്ഞുകൊണ്ടേ ഇവിടെ എന്ത് കാര്യങ്ങളും നടക്കത്തുള്ളൂ. അതേപോലെ ഭഗവാൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. എനിക്കിപ്പോൾ എന്തെങ്കിലും മാരകമായ അസുഖം വന്നാലും, എനിക്ക് ഉരുൾപൊട്ടിയാലും, എന്ത് സംഭവിച്ചാലും ഭഗവാൻ അറിഞ്ഞിട്ടാണ് അതെല്ലാം സംഭവിച്ചതെന്ന് ഒരു ഭക്തന് പൂർണ്ണമായിട്ട് അറിയാം. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠകളിലും വിഷമങ്ങളിലും അദ്ദേഹം പോയി എത്തത്തില്ല, അതിലേക്ക് പോയി വീട്ടിൽ പോകുന്നില്ല. ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഭഗവാന്റെ കൺട്രോളിൽ വിട്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാം അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ തന്നെയാണ്, അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ്. അപ്പം ഇവിടെ ഞാൻ ഭഗവാനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൺട്രോളിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചയിലൂടെയും വരുന്ന എന്ത് സാധനങ്ങളും അദ്ദേഹം അറിഞ്ഞിട്ടാണ് വരുന്നത്. അത് ഞാൻ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ. അപ്പം മറ്റുള്ളവർ അങ്ങനെ ഒരു ഇത് ചെയ്താലും ആ വ്യക്തിക്ക് അതിൽ അസ്വസ്ഥനാകാതെ നിൽക്കാനായിട്ട് പറ്റും. പിന്നെ ആർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കുന്നില്ല. കാരണം ചെയ്യുന്നതെല്ലാം ഭഗവാന്റെ സേവനമാണ്. അപ്പം അതിനിടയ്ക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം വന്നാലും അഭിപ്രായ വ്യത്യാസത്തിൽ ഇരിക്കുന്ന വ്യക്തിക്കും ബെനിഫിറ്റ് തന്നെയാണ് ഉണ്ടാവുന്നത്. ഞാനിപ്പോൾ മഞ്ഞ ഡ്രസ്സ് ഇടണമെന്ന് വിചാരിച്ച് മറ്റേയാളോട് മറ്റേ ഡിവോട്ടിയോട് വഴക്കുണ്ടാക്കി ഞാൻ മഞ്ഞ ഡ്രസ്സ് ഇട്ടാലും ആ ഡിവോട്ടിക്ക് മഞ്ഞ ഡ്രസ്സിൽ ഭഗവാനെ കാണാനായിട്ട് പറ്റും. ഭക്തന്മാരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആ രീതിയിലേ നമ്മൾ കാണാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഭക്തിയിൽ പോകാൻ പാടില്ല. ഇത് ഈ ശ്ലോകം നമുക്ക് ഒരു പ്രിൻസിപ്പിളാണ് പറഞ്ഞു തരുന്നത്. നമ്മളുടെ ഉത്തരവാദിത്വം നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മളിത് കറക്റ്റ് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിളായിട്ട് നിർത്തുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്ന ഒരു ഭക്തനെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഹരേ കൃഷ്ണ.
ദൗത്യത്തിന് നിയോഗിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. നമ്മൾ പരസ്പരം അസൂയയോടും അഹംഭാവത്തോടും ഒക്കെ മറ്റുള്ളവരോട് പെരുമാറുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഞാൻ ഈശ്വരനിൽ നിന്ന് വിഭിന്നമാണ്, അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട് എനിക്ക് ബന്ധമില്ല, മറ്റ് കാണുന്ന വ്യക്തികൾ ഈശ്വരനുമായിട്ട് ബന്ധമില്ല എന്നുള്ള, നമ്മളെല്ലാം പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്നവരാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ അഹംഭാവവും ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം പ്രഭുവിന് അച്ഛനുണ്ട്, അച്ഛന് രണ്ട് കുട്ടികളുണ്ട്, ഇളയ കുട്ടികളാണ്. പ്രഭു മൂത്ത ആളാണെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ വിചാരിക്കുമ്പോൾ കൊച്ചു കുട്ടികൾ എന്തെങ്കിലും കുസൃതി കാണിക്കുമ്പോഴും പ്രഭു എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും ഇവര് എൻ്റെ സഹോദരനാണ്, എൻ്റെ അച്ഛന് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്, എൻ്റെ സഹോദരങ്ങൾ എൻ്റെ അച്ഛന് വളരെ പ്രിയപ്പെട്ടതാണ്. ഞാൻ എന്തെങ്കിലും അവിഹിതമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അച്ഛനും വിഷമം ഉണ്ടാവും, എൻ്റെ സഹോദരങ്ങൾക്കും വിഷമം ഉണ്ടാവും എന്നൊരു ബോധം വരുമല്ലോ. അപ്പം അച്ഛനും ഞാനും അച്ഛനും എൻ്റെ സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധം എപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഇതിലേക്ക് പോകത്തില്ല. അപ്പം അങ്ങനത്തെ ഓർമ്മ എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ തിരുനാമങ്ങൾ ജപിക്കാനുള്ളതാണ്. ഈ അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതിയുടെ അന്തസത്ത തന്നെ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാനുള്ളത്. പലപ്പോഴും നമ്മളിവിടെ വന്ന് കുറച്ചൊക്കെ ജപിക്കും, ക്ലാസ്സൊക്കെ ചെയ്യും, ഒരുപാട് ഫെസ്റ്റിവലൊക്കെ ഉണ്ട്, പ്രസാദമുണ്ട്, അതിൻ്റെ എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ നാമജപത്തിൻ്റെ പ്രാധാന്യം വിസ്മരിക്കാനായിട്ട് പാടില്ല. നിരന്തരം നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ കണക്ഷൻ എപ്പോഴും ഓർമ്മയുണ്ടാവും. ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ, ഭക്തന്മാരുമായിട്ടുള്ള കണക്ഷൻ, മറ്റ് ജീവജാലങ്ങളുമായിട്ടുള്ള കണക്ഷൻ. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് നമ്മൾ വിസ്മരിച്ച് പോകുന്നുണ്ടാണ്. പല പ്രോജക്റ്റുകളും അതും ഇതും എല്ലാം വരുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോകും. പക്ഷെ ആ നാമജപം എന്നുള്ള ആ ഇമ്പോർട്ടൻസ് നമ്മൾ ചിലപ്പോൾ വിസ്മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാവരും വിഭിന്നമായിട്ട് കണ്ടു തുടങ്ങും. ഭഗവാന്റെ ആയിട്ടുള്ള കണക്ഷൻ നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ ആ നാമജപം പ്രോപ്പറായി രാവിലെ കറക്റ്റായിട്ട് ചെയ്യുക, പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മൾ ഈ പാളിസി, കാരണം നാമജപത്തിൽ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഭഗവാനെ കുറിച്ചാണ്. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഭഗവാനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ആ സെൻറ്റർ പോയിന്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ നാമം ജപിക്കാതിരിക്കുമ്പോൾ എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഞാൻ, എൻ്റെ ബന്ധു, എൻ്റെ സുഹൃത്ത്, എൻ്റെ വൈഫ്, എൻ്റെ കുട്ടികൾ, എൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എൻ്റെ. അപ്പം നമ്മൾ ഞാൻ, എൻ്റേത്, മറ്റുള്ളവർ എന്ന ആ ഒരു ബോധത്തിൽ എപ്പോഴും തിരിച്ച് ഓട്ടോമാറ്റിക്കലി വരികയാണ് ചെയ്യുന്നത്. അപ്പം നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും കൃഷ്ണനെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് കൃഷ്ണൻ്റേതാണ് എല്ലാം എന്ന് മനസ്സിലാകുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ബൈ പ്രാക്ടീസേ പറ്റുള്ളൂ. നമ്മൾ തിയററ്റിക്കൽ ക്ലാസ് കൊണ്ടൊന്നും പറ്റില്ല. നമ്മൾ ബൈ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കൃഷ്ണനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കൃഷ്ണനുമായിട്ട് റിലേറ്റ് ചെയ്തതായ കാര്യങ്ങളെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയും മറ്റുള്ളവരുടെ ഉയർച്ചയും താഴ്ചയും നമ്മളെ അഫക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. നാമജപം മഞ്ജിയുടെ റിയലൈസേഷനാണ് ഷെയർ ചെയ്തത്. വളരെ നല്ല റിയലൈസേഷനാണ് മഞ്ജു പറഞ്ഞത്. ഈ ശ്ലോകത്തിൻ്റെ ഒരു പല ആംഗിളിൽ ഈ ശ്ലോകം കാണാൻ പറ്റും.
നമ്മൾ ഈ ശ്ലോകത്തിലെ പ്രിൻസിപ്പിൾ മാത്രമാണ് കണ്ടത്. അത് ഷെയർ ചെയ്തത് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ വരും. നമുക്ക് ചിലപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് മാറി നിൽക്കേണ്ടതായിട്ട് വരും. അപ്പം ഇത്രയും നാൾ കൂടെ നിന്നവർ മാറി നിൽക്കുന്ന ഒരവസ്ഥ വരും. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ പല പല ഇത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ അചഞ്ചലമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് അദ്ദേഹമാണ് ഭഗവാന് പ്രിയപ്പെട്ടത് എന്ന് മാജി അത് ഷെയർ ചെയ്തതാണ്. താങ്ക് യു മാജി. വളരെ കറക്റ്റാണ്. ഏത് സന്ദർഭത്തിലും ഭഗവാനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഭഗവാൻ തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് നമ്മുടെ ഫോക്കസ് മാറിപ്പോയാൽ അത് ഒരു പ്രോപ്പറല്ല. ഇപ്പം രുക്മിണി ദേവി തന്നെ ഭഗവാന്റെ അടുത്ത് ദൂതിന് വിട്ടത് ഒരു ബ്രാഹ്മണനെയാണ് ദൂതിന് വിട്ടത്. ജയശേഷപ്രഭു ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കഥയാണത്. വളരെ വേഗം പോകാനായിട്ട് ക്ഷത്രിയനെ വിടാം, ക്ഷത്രിയനെ കുതിരയൊക്കെ ഓടിക്കാൻ അറിയാം. ബ്രാഹ്മണൻ അതൊന്നും അറിയില്ല, നടന്ന് പോകാനേ അറിയുള്ളൂ. പക്ഷെ ബ്രാഹ്മണനെയാണ് രുക്മിണി ദേവി വിട്ടത് ഭഗവാന്റെ അടുത്ത് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട്. ഇങ്ങനെ എൻ്റെ കല്യാണമായി, എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഇൻഫർമേഷൻ കൊടുക്കാൻ. എന്നാൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ ചിലപ്പം ഒരുപാട് പണം കണ്ടാലോ അല്ലെങ്കിൽ വേറെ വസ്തുവകളൊക്കെ കണ്ടാൽ ചിലപ്പോൾ അയാളുടെ ഫോക്കസ് തെറ്റി അയാൾ ഇത് നാളെ ചെയ്യാം എന്ന് വെച്ചിട്ട് ചിലപ്പോൾ അയാളുടെ കാര്യങ്ങളിലേക്ക് പോകും. പക്ഷെ ബ്രാഹ്മണൻ അത് ഡിറ്റർമിൻഡാണ്. ഞാൻ ഭഗവാന്റെ സേവനമാണ് ചെയ്യുന്നത്. ഒരു ഭക്തയ്ക്കും ഭഗവാനും തമ്മിലുള്ള ഒരു മിഡിൽ മാനാണ് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യണം എന്നുള്ള അതിൽ അതായത് പതുക്കെ പോയാൽ കറക്റ്റ് സമയത്തിന് എത്തിയത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്യും. അപ്പം അതേപോലെ അചഞ്ചലമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. കാരണം അതിൽ മാജി പറഞ്ഞ ഒരു പോയിന്റിൽ ഏതാമാം പ്രവൃത്തിൻ്റെ താമസതൈവ ഭജാമില്ല, ഒരേ ഫോക്കസോടുകൂടി എങ്ങനെയാണോ ഭഗവാന്റെ അടുത്ത് പോകുന്നത് ഭഗവാൻ അതേപോലെ റെസിപ്രോക്കേറ്റ് ചെയ്യും. അപ്പം നമ്മൾ അൺഫ്ലിഞ്ചിങ് ആയിട്ട് ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ ഭഗവാൻ തിരിച്ച് അൺഫ്ലിഞ്ചിങ് ആയിട്ട് നമ്മളോട് റെസിപ്രോക്കേറ്റ് ചെയ്യും. നമ്മൾ എപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭഗവാൻ എപ്പോഴും നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് പ്രാധാന്യമാണ്. നമ്മളത്രയും വേറൊന്നിലും വ്യതിചലിക്കാതെ നമ്മൾ ഇതിൽ നിൽക്കുക. എന്തൊക്കെ ലോകത്തിൽ എത്രയെത്ര കുടുംബാംഗങ്ങളുണ്ട്, എത്രയെത്ര അച്ഛനമ്മമാരും ഭാര്യമാരും കുട്ടികളൊക്കെ കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്നു. അവരൊന്നും നമുക്ക് അറിയത്തില്ല. എത്രയോ അച്ഛനമ്മമാരും ഭാര്യമാരും ഒക്കെ ഉണ്ടായി, കുട്ടികളും പേരക്കുട്ടികളും എല്ലാം കഴിഞ്ഞ ജന്മത്തിൽ നമുക്കുണ്ടായിരുന്നു. അവരൊന്നും ഇപ്പോൾ എവിടെയാണെന്നോ അവരുടെ പേരോ ഒന്നും നമുക്കറിയില്ല. അതേപോലെ ഈ ജന്മത്തിൽ നമുക്ക് ഒരുപാട് പേരുണ്ടാവും. അടുത്ത ജന്മം വരുമ്പോൾ ഇതൊന്നും നമുക്ക് ഓർമ്മ പോലും കാണത്തില്ല. ആരാണ് എൻ്റെ ഭാര്യ, ആരാണ് എൻ്റെ മക്കളെന്ന് ഈ ലൈഫിൽ ഒരുപാട് ഇതുണ്ടാവും. പക്ഷെ ആരാണോ ഭഗവാൻ ഫോക്കസ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഭഗവാന്റെ റെസിപ്രോക്കേഷൻ ഉണ്ടാവും. ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय. ഹരേ കൃഷ്ണ. വിലാസിനി മാതാജി ഒന്ന് മുന്നോട്ട് വരാമോ? നമുക്ക് ഒരു ദിവ്യദേശം ഈ സെപ്റ്റംബറിൽ ദിവ്യദേശത്തേക്കൊരു യാത്രയുണ്ട്. 27-ാം തീയതി 9 മണിക്ക് ഫ്രൈഡേ നൈറ്റാണ് നമ്മൾ പോകുന്നത്. ഇത് ജഗസാക്ഷി പ്രഭു ഓർഗനൈസ് ചെയ്ത ടൂർ പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂളാണ് പറയുന്നത്. പ്രഭു നമ്മളെയും കൊണ്ട് ഫ്രൈഡേ നൈറ്റ് 27-ാം തീയതി 9 മണിക്ക് മധുര മീനാക്ഷി അമ്മൻ കോവിലും മധുരയിലെ കുറേ ദിവ്യദേശങ്ങളുണ്ട്. ഏകദേശം 11ഓളം ദിവ്യദേശങ്ങളുണ്ട്. അതിനെ കവർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പം അതിൽ നമുക്ക് ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത് ഹർഗ്രേസ് വിലാസിനി മാതാജി, ഹർഗ്രേസ് അമലലേശ്വരി മാതാജിയാണ്. അപ്പം മാതാജി ഇതിനെക്കുറിച്ച് ഇന്ന് നമ്മളോട് ഒരു ചുരുക്കത്തിൽ കാര്യങ്ങൾ എന്താണെന്നൊന്ന് പറഞ്ഞു. 2 ദിവസമാണ്. 27-ാം തീയതി വൈകിട്ട് നമ്മൾ 7:30 വണ്ടിയിലാണ് പോകുന്നത്. ട്രെയിൻ 27-ാം തീയതി 7:30 വണ്ടിയിൽ പോകും. നമ്മൾ എത്ര മണിക്ക് എത്തുന്നത്? അല്ല, തിരിച്ച് 29-30 വൈകിട്ട് നമ്മൾ, അതായത് 27-ാം തീയതി വൈകിട്ട് പോകും.
28-ാം തീയതി രാവിലെ അവിടെ എത്തും. 28-ാം തീയതി ഫുൾ ഡേയും 29-ാം തീയതി ഈവനിങ് വരെ നമ്മൾ അവിടെ ഉണ്ടാവും, ആ പ്രദേശത്തുണ്ടാവും. അതിനുശേഷം 29-ാം തീയതി വൈകിട്ട് നമ്മൾ ട്രെയിൻ കയറും. തിരിച്ച് 30-ാം തീയതി രാവിലെ ഇവിടെ എത്തും. 2 ദിവസത്തെ പ്രോഗ്രാം അതാണ് ഉള്ളത്. നമുക്ക് കഴിഞ്ഞ ഉടുപ്പിയിൽ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഉടുപ്പിയിൽ പോയ അതേ ചാർജ് തന്നെയാണ് ഇതിനകത്ത് ഉള്ളത്. 4780 രൂപയാണ് നോൺ എ സി റൂമിന്, നോൺ എ സി ട്രെയിൻ ആയിട്ട് ടിക്കറ്റിനായിട്ടുള്ളത്. മറ്റേതിന് 6500 രൂപയാണ്. അപ്പം ഉടുപ്പിയിൽ കുറച്ച് നമുക്ക് ടിക്കറ്റ് കിട്ടാൻ കുറച്ച് എളുപ്പമാണ്. പക്ഷേ ഇത് ടിക്കറ്റ് കുറച്ച് ടൈറ്റാണ്, കുറച്ച് സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ നമുക്ക് വരാൻ താല്പര്യമുള്ളവർ, വളരെ നല്ലതായിരുന്നു. ഉടുപ്പി യാത്ര വളരെ നല്ലതായിരുന്നു. അപ്പം ചിലരൊക്കെ എൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ നല്ലൊരു യാത്രയായിരിക്കും. ഉടുപ്പിയിൽ നമ്മൾ ഒരു ക്ഷേത്രത്തെയാണ് ഫോക്കസ് ചെയ്യുമ്പോൾ ഇവിടെ ദിവ്യദേശങ്ങൾ 108 ദിവ്യദേശങ്ങളിലുള്ളതിൽ 11 ദിവ്യദേശങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഒരു സ്പിരിച്വലി അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്രയായിരിക്കും. മാത്രമല്ല ഓരോ ദേശത്തും ഓരോരോ കഥകളുണ്ട്. അതെല്ലാം ജഗസാക്ഷിത്വം നമുക്ക് അവിടെ ആ ക്ഷേത്രത്തിനകത്തിരുന്ന് പറഞ്ഞു തരും. പിന്നെ നമുക്ക് നമ്മുടെ പ്രസാദം എല്ലാം ഈ യാത്രയിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ അക്കോമഡേഷനും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഒരു പേഴ്സണ്, ഒരു വ്യക്തിക്കാണ് ഇത്. കുട്ടികൾ 5 വയസ്സ് താഴെയുള്ള കുട്ടികൾ 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട. ബാക്കി എല്ലാവർക്കും ബൈ പേഴ്സൺ, ഒരു പേഴ്സണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എല്ലാവരും ഇന്ന് തന്നെ മാജി അതിനുവേണ്ടിയാണ് ഇവിടെ വന്നത്. നമ്മുടെ പോകാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ മാജിയുടെ അടുത്ത് പറയാം, പറഞ്ഞ പേര് രജിസ്റ്റർ ചെയ്ത് വയ്ക്കാം. നമുക്ക് ടിക്കറ്റൊക്കെ വളരെ പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു യാത്രയാണ്, എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ടെമ്പിൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ യാത്രയും തിരിച്ചു വരുന്നതൊക്കെ വളരെ ലോ കോസ്റ്റിലാണ് ടെമ്പിൾ ചെയ്യുന്നത്. അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രെയിൻ യാത്ര, പ്രസാദം, അക്കോമഡേഷൻ്റെ മാത്രമേ അതിനകത്ത് എടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു യാത്രയാണ്. അപ്പം എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് ജഗസാക്ഷിത്വത്തിൻ്റെ ആഗ്രഹം. നമുക്കെല്ലാവർക്കും നമുക്കൊരു കുടുംബ ഫീലിംഗ് വരുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ചൊരു യാത്രയിലൊക്കെ പോകുമ്പോഴാണ് ആ ഫീലിംഗ് നമുക്ക് കൂട്ടാനായിട്ട് പറ്റുന്നത്. ഇതൊരു നമുക്ക് നല്ലൊരു അവസരമാണ്. എല്ലാവരും അത് പങ്കെടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഈ അനൗൺസ്മെൻ്റ് പ്രസാദമൊക്കെ ഇപ്പം വരാൻ താല്പര്യമുള്ളവർ ഒന്ന് ജസ്റ്റ് കഴിഞ്ഞു. മനീഷ് പ്രഭു ജിജിത ബാബ